വെൽക്കം ടു പ്രഗ്നൻസി ടിപ്സ്. അപ്പോൾ പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീ അമ്മയായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമുണ്ട്. കുഞ്ഞ് കരയുമ്പോഴേക്കും കുഞ്ഞിന് പാല് കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞിന് പാല് കിട്ടാഞ്ഞിട്ടാണ് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിന് പാല് തികയുന്നുണ്ടാവില്ല, നിനക്ക് പാല് കുറവായിരിക്കും, അത് നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. 6 മാസം വരെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞിന് വിശക്കുന്നുണ്ടാവില്ലേ, അതിന് ഫുഡ് കൊടുത്ത് തുടങ്ങിയാലോ? അങ്ങനെ ഓരോ പരാതികളും അഭിപ്രായങ്ങളും വീട്ടുകാരെടുത്ത് നിന്ന് അമ്മ കേട്ടോണ്ടിരിക്കേണ്ടി വരും. ഇതിപ്പോഴത്തെ കാലത്തെ സ്ത്രീകൾ, അതായത് അമ്മമാര് എല്ലാവരും നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണ്. ഇപ്പോഴത്തെ അമ്മമാർ ഇത് കേട്ടോണ്ടിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുന്നൊക്കെ അമ്മമാർ 3 മാസം വരെയാണ് മുലപ്പാല് മാത്രം കൊടുത്തിരുന്നുള്ളൂ കുട്ടികൾക്ക്. അതിനുശേഷം അവര് ഫീഡ് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഡോക്ടേഴ്സ് ആണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പണ്ടുള്ളവരൊക്കെ 3 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞിന് ഫുഡ് കൊടുത്ത് തുടങ്ങാ പാല് തികയുന്നുണ്ടാവില്ല എന്നുള്ള പറയാനുള്ള മെയിൻ റീസൺ. പിന്നീടുള്ള പഠനങ്ങൾ വഴി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ അമ്മയുടെ മുലപ്പാല് മാത്രം മതി എന്നുള്ളത്. അതുവഴി തന്നെ ആ പ്രായത്തിലുടനീളം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതുമൂലം കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള അമ്മമാരൊക്കെ 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അതുവഴി കുഞ്ഞിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അമ്മക്കും കുഞ്ഞിനും വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് അമ്മയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട്, ആവശ്യത്തിന് തൂക്കം വെക്കുന്നില്ല, മുലപ്പാലിലൂടെ കുഞ്ഞിന് ഒന്നും ആവുന്നില്ല, അതുപോലെ അമ്മയ്ക്ക് പാല് കുറവാണ്, ഈ കാരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുലപ്പാൽ തന്നെ 6 മാസം കൊടുക്കുള്ളൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഫോർമുല മിൽക്കോ ഫീഡോ എന്താന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യൽ നിർബന്ധമാണ്. അതല്ലാതെ നോർമൽ കേസിലാണെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും 6 മാസം വരെ കുഞ്ഞിന് പാല് മാത്രം കൊടുക്കേണ്ടത് ഓരോ അമ്മയുടെയും കടമയാണ്. പക്ഷേ ഇത് നമ്മുടെ അമ്മമാരെയും അമ്മൂമ്മമാരെയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവതും ശ്രമിക്കുക. എന്നിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ ഉള്ളതിൽ ഡോക്ടേഴ്സ് പറയുന്നതൊക്കെ അവർക്ക് കേൾപ്പിച്ച് കൊടുക്കുക. എന്നിട്ടും ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കാനൊക്കെ പോകുമ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകാൻ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഈ കാര്യത്തിൽ ഭർത്താവിൻ്റെ സപ്പോർട്ടും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അമ്മയും അമ്മൂമ്മ ഒക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അവർക്ക് അത്രയും അനുഭവം ഉള്ളതുകൊണ്ടല്ലേ അവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാരെ ഒറ്റക്കാക്കാണ്ടിരിക്കുക. ഈ കാര്യത്തിൽ പണ്ടുള്ളവര് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്ന വാശി പിടിക്കരുത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഓരോ നല്ല കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കുഞ്ഞിന്റെ ആരോഗ്യത്തെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഭാര്യയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാ ഭർത്താക്കന്മാരും നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 6 മാസം വരെ മുലപ്പാൽ കൊടുക്കുന്ന ഈ കാര്യത്തിൽ. കാരണം ഇത് അവർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഭർത്താവ് അവരെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, കുഞ്ഞിന് മുലയൂട്ടുക എന്നുള്ളത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണെങ്കിൽ കൂടെ, അല്ലെങ്കിൽ അമ്മയുടെ ഉത്തരവാദിത്തമാണെങ്കിൽ കൂടെ, അത് ഒരു അച്ഛൻ്റെയും കൂടെ കടമയാണ്. അതിന് സപ്പോർട്ട് ചെയ്യുക, കുഞ്ഞിന് ആവശ്യമുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലേ. അതിന് ഭാര്യയുടെ സന്തോഷം, സ്ട്രെസ് കുറക്കുക, ഇതിനെല്ലാം ഭർത്താവിൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ഭാര്യമാർ ഇത് മറ്റുള്ളവരോടൊക്കെ തർക്കിച്ചും പറഞ്ഞൊക്കെ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലത് അത് ഭർത്താക്കന്മാരവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അത് ഈ അമ്മമാർക്ക്, അതായത് ഈ പാലൂട്ടുന്ന അമ്മമാർക്കും ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അത് അവരുടെ സ്ട്രെസ് കുറക്കാനും ഇതിൻ്റെ ഫലമായി പാലുൽപാദനം വർദ്ധിക്കാനും സഹായിക്കും. പിന്നെ എനിക്ക് മറ്റുള്ളവരോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യത്തിൽ, അതായത് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന കാര്യത്തിൽ അമ്മമാരെ അവരുടെ പാട്ടിന് വിടുക. കാരണം ഒരമ്മമാരും കുഞ്ഞിനെ പട്ടിണിക്കിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, അല്ലേ? കുഞ്ഞിനെ എപ്പോഴും ഫീഡൊക്കെ ചെയ്ത് അവരെ ഹാപ്പി ആയിട്ടിരിക്കാനേ ഓരോ അമ്മമാരും ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ, ഓരോ അമ്മമാരെയും കാണുമ്പോഴും പാലുണ്ടോ, പാലില്ലേ, കുഞ്ഞ് കരയുന്നുണ്ടോ, പാല് തികയുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പാല് കുറയാണെന്ന് അമ്മമാർക്ക് തോന്നുകയാണെങ്കിൽ അവരെന്തായാലും മറ്റുള്ളവരെ ഹെൽപ്പ് ചോദിക്കും. അവർക്ക് പാല് കുറച്ച് കുറവുണ്ട്, കുഞ്ഞിന് തികയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെന്ന് അവരെന്തായാലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യും, പറയും. അതിനെന്താണ് പ്രതിവിധി എന്നും എന്താണ് പാലുണ്ടാവാൻ ചെയ്യേണ്ടതെന്നും അവർ ബാക്കിയുള്ള വീട്ടുകാരോട് ചോദിക്കുകയും അതുപോലെ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോൾ അവരത് അന്വേഷിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രസവിച്ച് കിടക്കുന്ന ഓരോ അമ്മമാരോടും ഇതാരും കൂടുതലായി ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാനോ അവർക്ക് സ്ട്രെസ് കൂട്ടാനോ നിൽക്കരുത്. നിങ്ങൾക്കറിയോ, മെയിനായിട്ട് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് സമാധാനം
പ്രവർത്തനമാണ് വേണ്ടത്. എന്ന് വെച്ചാൽ മുലയൂട്ടുന്ന ഓരോ അമ്മമാരും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണത്. മറ്റെന്തിനേക്കാളും ഫുഡിനേക്കാളും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം മുലപ്പാൽ ചുരന്ന് വരാൻ, അതായത് കുഞ്ഞിന് മുലപ്പാൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. ഈ ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് കുഞ്ഞിന് പാല് ലഭിക്കുന്നത്. അമ്മയിൽ ഉണ്ടാക്കുന്ന ഓരോ സ്ട്രെസ്സും അമ്മയിൽ ഈ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് കുഞ്ഞിലേക്കുള്ള പാലിന്റെ വരവും, അതായത് പാല് ചുരന്ന് വരുന്നത് കുറയും. അതായത് അമ്മയ്ക്ക് നന്നായിട്ട് പാലുണ്ടാവും, പക്ഷെ ആ പാല് പുറത്ത് വരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ കുഞ്ഞ് കുടിക്കുന്ന സമയത്ത് ആ പാല് കുഞ്ഞിന്റെ വായിലേക്ക് വരുന്ന ഒരു ആക്ഷൻ അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ അമ്മ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ അവിടെ റിലീസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ മാക്സിമം ഹാപ്പി ആക്കിയിട്ടിരിക്കാനാണ് ഓരോ ഭർത്താവ് അടക്കം വീട്ടിലെ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതുവഴി മാത്രമാണ് കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കുന്നുള്ളൂ. ഈ കാര്യങ്ങളൊന്നും കൂടാതെ തന്നെ അമ്മ വേറെ എന്തെങ്കിലും കാര്യത്തിന് സ്ട്രെസ് ആയിട്ടിരുന്നാലും കുഞ്ഞിനെ അത് ബാധിക്കും. ഇതേ ആക്ഷൻ തന്നെ അവിടെയും സംഭവിക്കും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാണ്ട് എപ്പോഴും സ്ട്രെസ് ആയിട്ടിരിക്കാതെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കേണ്ടത് ഓരോ അമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും അത് അമ്മയുടെ ഉത്തരവാദിത്തമാണെന്നും അതുപോലെ അതിന് മറ്റുള്ളവർ മാക്സിമം ഹെൽപ്പ് നൽകണമെന്നുമാണ്. അതുപോലെ മുലപ്പാൽ കുഞ്ഞിന് ലഭിക്കാനുള്ള ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് അമ്മ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണെന്നുമാണ്. ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്നത് എന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രസവം കഴിഞ്ഞിട്ട് ആദ്യത്തെ 3 ദിവസം എല്ലാ അമ്മമാർക്കും പാല് വളരെ കുറവായിരിക്കും. അതിന് നമ്മൾ കൊളസ്ട്രോൾ എന്നാണ് പറയുക. ഈ പാലിന് 72 മണിക്കൂറിന് ശേഷമാണ് കുറച്ചുകൂടെ പാല് കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാല് വർദ്ധിക്കാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിന് മുലയൂട്ടാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർ മാത്രമല്ല, ഗർഭിണികളും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ കുഞ്ഞിന് പാൽ കൊടുക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുഞ്ഞിന് പാൽ കൊടുക്കാം അല്ലേ. എന്നാൽ സിസേറിയൻ ആണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഉടനെ തന്നെ കുഞ്ഞിന് പാൽ കൊടുക്കുക. പ്രസവശേഷം എത്രയും പെട്ടെന്ന് കുഞ്ഞിന് പാല് കൊടുത്തു തുടങ്ങുന്നോ അത്രയും പെട്ടെന്ന് തന്നെ അമ്മയിൽ പാല് ഉത്പാദിപ്പിക്കാനുള്ള പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എത്ര തവണ പാല് കൊടുക്കുന്നോ അത്രയും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെയാണ് ആദ്യം പാല് കൊടുക്കേണ്ടത് കുഞ്ഞെന്ന് പറയുമെങ്കിൽ കൂടെ നമ്മൾ എത്ര തവണ പാല് കൊടുക്കുന്നോ അത്രയും നമുക്ക് പാല് കൂടിക്കൊണ്ടിരിക്കും. അതായത് കുഞ്ഞ് വലിച്ചു കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രസ്റ്റ് പാൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ ആഴ്ചകളിലൊക്കെ രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാല് കൊടുക്കുമ്പോൾ എപ്പോഴും ബ്രസ്റ്റിന്റെ നിപ്പിൾ മാത്രം കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുക്കരുത്. നിപ്പിളിന്റെ കൂടെ ബ്രസ്റ്റിൽ ആ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഏരിയോള എന്ന് പറയും, ഈ പോർഷനും കൂടെ കുഞ്ഞിന്റെ വായിലേക്ക് കടക്കുന്ന രീതിയിൽ വേണം പാല് കൊടുക്കാൻ. ഇങ്ങനെ കുഞ്ഞ് പാല് വലിച്ചു കുടിക്കുന്ന ടൈമിൽ കുഞ്ഞിന് നന്നായി പാല് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, കുഞ്ഞിന്റെ വായിലേക്ക് ഗ്യാസ് കൂടെ കയറുന്നത് കുറയുകയും അതുപോലെ തന്നെ അമ്മയിൽ പാൽ ഉൽപാദനം കൂടുകയും ചെയ്യും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പറയും പ്രസവശേഷം വെള്ളം കുടിക്കുന്നത് കുറയ്ക്കണം, വയറ് ചാടുന്നൊക്കെ അല്ലേ. ഇതിലൊന്നും ഒരു സത്യമില്ല. എല്ലാവരും മാക്സിമം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2.5 മുതൽ 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി എന്തായാലും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കുക. കാരണം പാലുണ്ടാവാൻ വേണ്ടിയിട്ട് അമ്മ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ദിവസം 2 മുട്ടയുടെ വെള്ളമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ചിക്കനും മട്ടനും മീനും എല്ലാം കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ പാല് കൂടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അമ്മ കഴിക്കേണ്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും പറയാറുള്ളത് ഉലുവയാണ്. പ്രസവിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഉലുവ കഞ്ഞി, ഉലുവ ചോറൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പം അത് വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ മുരിങ്ങ, ചെറുപയർ, ജീരകം ഇവയൊക്കെ പാൽ ഉൽപാദനത്തിന് നല്ലതാണ്. അതുപോലെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള പാല്, അതുപോലെ ചെറിയ മീനുകൾ ഒക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം തന്നെയാണ്. അതായത് നന്നായിട്ട് ഉറങ്ങുക എന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അല്ലേ. കുഞ്ഞിന് 2 മണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുക്കണം. അതുപോലെ കുഞ്ഞ് ഉറങ്ങുമ്പോൾ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ. ആ ടൈമിൽ നമുക്ക് ഉറക്കം വരണമെന്നില്ല അല്ലേ. അങ്ങനെ ഉറക്കത്തിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ആർക്കും കൃത്യത പാലിക്കാൻ പറ്റില്ല. എങ്കിലും പറ്റുമ്പോഴൊക്കെ മാക്സിമം ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക.
കാരണം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ കുറച്ചിട്ട് ഈ കുറച്ച് കാലം പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഫോണൊക്കെ മാറ്റി വെച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന കുഞ്ഞ് ഉറങ്ങുന്ന ടൈമിലൊക്കെ കുറച്ച് നേരമെങ്കിലും ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല കുഞ്ഞിനെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പാൽ ഉൽപ്പാദനം വർദ്ധിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളിൽ പറയാനുള്ളത്. പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആവശ്യത്തിന് കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധികം അമ്മമാർക്കും അത് വലിച്ച് കുടിക്കുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ, അതായത് അങ്ങനെ പാലിറങ്ങുന്ന ഒരു ഫീലിംഗ് ബ്രസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ചിലവർക്ക് കക്ഷത്തിൻ്റെ അവിടെ ബ്രസ്റ്റിൻ്റെ മുകളിലൊക്കെ കുഞ്ഞ് വലിച്ചു കുടിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിയാൻ ഒരു മാർഗ്ഗമാണ് കുഞ്ഞിന് പാൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ കുഞ്ഞിന് അത്യാവശ്യം പാൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാൽ കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കുറച്ച് നേരമൊക്കെ 2 മണിക്കൂറൊക്കെ ഉറങ്ങും. ഒരു 6-8 തവണയൊക്കെ ഒരു ഡെയിലി മൂത്രം ഒഴിക്കും. അതുപോലെ തന്നെ ഡെയിലി വയറ്റുന്ന പോവും, ഒരു 4-5 തവണയൊക്കെ വയറ്റുന്ന പോവും. കുഞ്ഞ് ആവശ്യത്തിന് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ആദ്യത്തെ മാസങ്ങളിൽ ഒരു ദിവസം 30 ഗ്രാം വെച്ചിട്ടെങ്കിലും കുഞ്ഞ് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കണം. ഇത് ആദ്യത്തെ 10 ദിവസം, പ്രസവം കഴിഞ്ഞിട്ട് 10 ദിവസം കൂടണമെന്നില്ല. പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 10 ദിവസം എല്ലാ കുഞ്ഞുങ്ങളും വെയിറ്റ് കുറയുകയാണ് സാധാരണ ചെയ്യാറ്. കാരണം അവർക്കുള്ള നീര് അങ്ങനത്തെ ഒരുപാട് ശരീരത്തിൽ നിന്ന് കുറയും. അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾ വെയിറ്റ് വെച്ച് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം, ആദ്യത്തെ 10 ദിവസത്തിന് ശേഷം ആദ്യത്തെ 3 മാസം ദിവസം ഒരു 30 ഗ്രാം വെച്ച് കുഞ്ഞുങ്ങൾ കൂടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനിയും ഈ കാര്യങ്ങളൊക്കെ സംശയമാണ്, കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല, ടെൻഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് സഹായം തേടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. പ്രധാനമായിട്ടും അമ്മ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, മാക്സിമം പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരോട് മാത്രം മിങ്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മദർഹുഡ്. താങ്ക് യു.